കൂർക്കം വലിക്കുന്നവരുടെ ശരീരത്തിലെ രാത്രി ഉറക്കത്തിൽ ഓക്സിജന്റെ അളവ് വല്ലാതെ കുറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് പലപ്പോഴും അവർ അറിയുന്നില്ല. ഈ ഉറക്കത്തിൽ വരുന്ന ഓക്സിജന്റെ പ്രശ്നങ്ങളും കൂർക്കം വലിയും ഒരു പരിധിവരെ നമ്മൾ രാത്രി കഴിക്കുന്ന ഭക്ഷണവും പാനീയറ്റൊക്കെ കണക്റ്റഡ് ആണ്. രാത്രി ഭക്ഷണത്തിലെ ഹാബിറ്റുകളിലെ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ കൂർക്കം വലിയിലും സ്ലീപ്പ് അപ്നിയയിലും ഒരുപാട് ഇംപ്രൂവ്മെന്റ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. കൂർക്കം വലിയുള്ളവർ രാത്രി ഒഴിവാക്കേണ്ട ഒരു പ്രധാന ഭക്ഷണ പദാർത്ഥം പാലും പാലുൽപ്പന്നങ്ങളുമാണ്. ഇത് കഴിക്കുമ്പോൾ മ്യൂക്കസ് അഥവാ കഫം കൂടുതൽ ഉണ്ടാവുന്നത് കാരണം മൂക്കിൽ കഞ്ചഷൻ വരികയാണ്. ഇത് കാരണം വായുവിലൂടെ ശ്വസിക്കാൻ നിർബന്ധിതരാവാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ തൊണ്ട വരണ്ടു പോവാണ്. കൂർക്കം വലിയുള്ളവർക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ എയർവേ, അതായത് വായിൽ നിന്നും ശ്വാസകോശം വരെ എത്തുന്ന ആ ഒരു വഴി അടഞ്ഞു പോകുക എന്നുള്ളതാണല്ലോ. വായ വരണ്ട് ശ്വാസം വലിക്കുമ്പോൾ ഈ ഒരു എയർവേയുടെ തടസ്സം കൂടി വരികയാണ്. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാത്രി ഭക്ഷണം വളരെ കൂടിയ അളവിൽ കഴിക്കരുത് എന്നുള്ളതാണ്. ഉറക്കത്തിന്റെ 3 മണിക്കൂർ ഗ്യാപ്പിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ശരീരത്തിൽ വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ വയറിനകത്തെ പ്രഷർ കൂടുന്നുണ്ട്. അത് കാരണം ഡയഫ്രം മുകളിലേക്ക് പൊങ്ങി വരികയാണ്. ഇത് ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി കുറക്കുന്നുണ്ട്. അപ്പോൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. അങ്ങനെയുള്ളവർക്ക് മലർന്ന് കിടക്കുമ്പോൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് കൂടുകയാണ് ചെയ്യുക. കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആമാശയത്തിനകത്തെ ആസിഡ് മുകളിലേക്ക് തള്ളി വരികയാണ്. പ്രത്യേകിച്ച് എരിവും പുളിയും മസാലയും കൊഴുപ്പും കൂടിയ ഭക്ഷണം കഴിച്ചാൽ ഇത് നമ്മുടെ ശ്വാസത്തിന്റെ എയർവേക്ക് നീർക്കെട്ട് ഉണ്ടാക്കുന്നുണ്ട്, ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എയർവേ ചുങ്ങിപ്പോവാണ്. ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചാലുള്ള മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിലെ രക്തവും ഓക്സിജനും കൂടുതലായിട്ട് വയറ്റിലേക്ക് പോവാണ്. അതേസമയം കൂർക്കം വലി കാരണം ഓക്സിജന്റെ അളവ് കുറവാണ്. അപ്പോൾ ഹൃദയത്തിന് ഡബിൾ ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരികയാണ്. ഭക്ഷണം ദഹിപ്പിക്കാനും കൂർക്കം വലി കാരണമുള്ള ഓക്സിജന്റെ കുറവ് നികത്താനും ഇതും പ്രശ്നമാണ്. മൂന്നാമത്തെ പ്രശ്നം ആൽക്കഹോൾ, മദ്യപാനം. ഉറക്കത്തിന്റെ 4 മണിക്കൂർ ഗ്യാപ്പിൽ മദ്യപിക്കുകയാണെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ മദ്യം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മസിൽ റിലാക്സന്റ് ആണ്. തൊണ്ടയിലെയും നാവിലെയും അണ്ണാക്കിലെയും മസിലുകളെ അത് തളർത്തി കളയാണ്. അത് കാരണം കൂർക്കം വലിയും ശ്വാസപ്രശ്നങ്ങളും ഇരട്ടിയിലേറെ വർദ്ധിക്കുകയാണ്. നാലാമത്തത് ഉപ്പും പ്രോസസ്ഡ് ഫുഡുകളുമാണ്. കൂടുതൽ ഉപ്പുള്ള ഭക്ഷണങ്ങൾ രാത്രി കഴിക്കുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം വരികയാണ്. പ്രത്യേകിച്ച് തൊണ്ടയുടെ ഭാഗത്ത് നീര് പോലെ. ഇത് കഴുത്തിലെ ടിഷ്യൂകളൊക്കെ ബാധിക്കും. പ്രത്യേകിച്ച് അച്ചാറ്, ചിപ്സ്, പിസ്സ, ബർഗർ, സൂപ്പ് തുടങ്ങിയവ കഴിച്ചാൽ. അഞ്ചാമത്തത് കോഫി, എനർജി ഡ്രിങ്ക്സ് തുടങ്ങിയവ. ഇത് തൊണ്ടയിലെ മസിലുകളൊന്നും ബാധിക്കുന്നില്ല, പക്ഷേ നമ്മുടെ ഗാഢനിദ്രയെ ഇത് തടയുന്നുണ്ട്. സ്ലീപ്പ് ആർക്കിടെക്ചർ, നല്ല ഉറക്കം കിട്ടാത്തത് കാരണം ശരീരത്തിന്റെ റിക്കവറി നടക്കുന്നില്ല. അത് കാരണം കൂർക്കം വലി കൊണ്ടുവരുന്ന ഓക്സിജൻ കുറവിന്റെ കേട് ശരീരത്തെ കൂടുതൽ ബാധിക്കുകയാണ്. ഉച്ചക്ക് 12 മണിക്ക് ശേഷം കോഫി, എനർജി ഡ്രിങ്ക്സ്, ഡാർക്ക് ചോക്ലേറ്റ് തുടങ്ങിയവ കഴിയുന്നതും ഒഴിവാക്കണം. ആറാമത്തത് ഉറക്ക ഗുളികകളാണ്. ഇതും മദ്യത്തെ പോലെ തന്നെ മസിലുകളെ തളർത്തിയിടുന്നുണ്ട്. അത് കാരണം നമ്മുടെ എയർവേ ചുങ്ങിപ്പോവാണ്. ഉറക്ക സമയത്ത് ഓക്സിജന്റെ അളവ് കുത്തനെ കുറയാണ്. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 3 അവർ റൂൾ പാലിക്കണം. ഒന്നാമതായിട്ട് ഉറങ്ങുന്നതിന്റെ 3 മണിക്കൂർ മുമ്പ് ഭക്ഷണം ഫിനിഷ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തത് രാത്രി ഭക്ഷണം വളരെ ലൈറ്റ് ആയിട്ട് കഴിക്കുക. കുറച്ച് പ്രോട്ടീനും വെജിറ്റബിൾസും മാത്രം. ഹെവി ആയിട്ടുള്ള ഭക്ഷണം രാവിലെയും ഉച്ചക്കും തന്നെ ഫിനിഷ് ചെയ്യുക. മൂന്നാമതായിട്ട് വൈകിട്ട് 6 മണിക്ക് ശേഷം മദ്യം കഴിക്കരുത്, പാല് കഴിക്കരുത്, ഐസ്ക്രീം കഴിക്കരുത്, തൈര് കഴിക്കരുത്, ഉപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, അച്ചാറ്, പ്രോസസ്ഡ് ഫുഡ്, പിസ്സ ഇതൊന്നും കഴിക്കരുത്. നാലാമതായിട്ട് വൈകിട്ട് നമ്മൾ സ്നാക്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ലൈറ്റ് ആക്കണം. കുറച്ച് ആൽമണ്ട്സ് കഴിക്കാം, നേന്ത്രപ്പഴം കഴിക്കാം. അതിനകത്ത് മഗ്നീഷ്യം ഒക്കെ ഉറക്കത്തിന് വളരെ നല്ലതാണ്. അഞ്ചാമതായിട്ട് നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ടെങ്കിൽ അതിൽ പകലും ഉച്ചക്കും തന്നെ ഫിനിഷ് ചെയ്യുക. രാത്രി ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുമ്പ് വെള്ളം കൂടി നിർത്തുക. ആറാമതായിട്ട് കൂർക്കം വലിയ ഉറക്ക പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യാം. അതല്ലാതെ സ്വയം ഊഹിക്കാൻ നിൽക്കരുത്. ഏഴാമതായിട്ട് ശരീരഭാരം കുറക്കുക. എട്ടാമതായിട്ട് ഉറങ്ങുമ്പോൾ ചെരിഞ്ഞ് കിടന്നുറങ്ങുക.